എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 45 ശ്ലോകം 22, 23, 24, 25, 26, 27, 28, 29 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. നന്ദഗോപരെ സമാധാനിപ്പിക്കാനായിട്ട് നല്ല വാക്കുകൾ പറയണു ഭഗവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സപിതാ സാ ച ജനനി യൗ പുഷ്ണീതാം സ്വപുത്രവത് ശിശൂൻ ബന്ധുവിരുത്സൃഷ്ടാൻ അകൽപ്പയേ പോഷരക്ഷണേ. ഭഗവാൻ പറയണ നന്ദഗോപരോട്, ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ വസുദേവരും അമ്മ ദേവകി എന്നൊക്കെ മനസ്സിലായല്ലോ, എല്ലാവരും അറിഞ്ഞില്ലേ? അപ്പൊ ഞങ്ങളൊന്നും അല്ലല്ലോ നിങ്ങളുടെ അച്ഛനമ്മമാര് എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അച്ഛ എന്ന് പറഞ്ഞിട്ട് പറയാണ്. സാക്ഷാല് അമ്മയും അച്ഛനും അവരുടെ മക്കളെ ഒന്നും കൊടുക്കാതെ, വസ്ത്രം ഭക്ഷണമൊന്നും കൊടുക്കാതെ, ശത്രുക്കളെ ഉപദ്രവിക്കാതെയൊക്കെ രക്ഷിക്കാൻ പറ്റാതെ അവർക്ക് ഇരിക്കുമ്പോ അങ്ങനെ അവര് ആ മക്കളെ ഉപേക്ഷിക്കുന്ന കുട്ടികളെ ഏതൊരു സ്ത്രീയും പുരുഷനും തന്റെ പുത്രന്മാരെ പോലെ എടുത്തു വളർത്തി രക്ഷിക്കുന്നുണ്ടോ, ആ സ്ത്രീ തന്നെയാണ് ആ കുട്ടിയുടെ അമ്മയും, ആ പുരുഷൻ തന്നെയാണ് അവന്റെ പിതാവും. അല്ലാതെ പ്രസവിച്ചു എന്ന് വെച്ചിട്ട് അച്ഛനും അമ്മയൊന്നും ആവില്ല. അവരെ ആരാണ് സ്നേഹിച്ച് സ്നേഹം കൊടുത്തും ഭക്ഷണം കൊടുത്തും എല്ലാം കൊടുത്തും വളർത്തണത്? അവരെന്നെയാണ് യഥാർത്ഥ അച്ഛനമ്മമാര് എന്ന് പറയാണ്. അപ്പൊ കുറച്ച് കേട്ടപ്പോ പാവം നന്ദഗോപർക്ക് സമാധാനമായി. അങ്ങനെ എന്താ പറയാ ഇനി യശോദയോട് ചെന്നിട്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നന്ദഗോപുരം. ഇങ്ങനെ ഒരു സന്ദർഭം തീരെ വിചാരിക്കണില്ലല്ലോ ഇവിടെ വന്നപ്പോ. ഇപ്പൊ കുട്ടികളെയും കൂട്ടി പോവാന്നല്ലേ വിചാരിച്ചേ. ഇനി ഒരിക്കലും അവര് നന്ദഗോപരുടെ കുട്ടികളാവില്ലല്ലോ. അതാണ് നന്ദഗോപരുടെ വിചാരം. ഭഗവാൻ പറഞ്ഞപ്പോഴും ഒന്നും പറയണില്ല. കണ്ണുന്നിങ്ങനെ ധാരധാരയായിട്ട് അശ്രുക്കൾ ഒഴുകണുണ്ട്. പിന്നെയും പറയണു ഭഗവാൻ, യാതയൂയം വ്രജം താത വയം ച സ്നേഹ ദുഃഖിതാൻ ജ്ഞാതീൻ വോ ദ്രഷ്ടുമേഷ്യാമോ വിധായ സുഹൃദാം സുഖം. ഹേ താത, അച്ഛാ, നിങ്ങള് ഇപ്പൊ ഗോകുലത്തിലേക്ക് പൊക്കോളൂ. നിങ്ങളുടെ സംബന്ധ നിമിത്തം വസുദേവാദികൾ ഇപ്പൊ ഞങ്ങൾക്കും ബന്ധുക്കളായി. അങ്ങനെ പറയണുള്ളൂ ഭഗവാൻ. വസുദേവര് നമ്മുടെയും ബന്ധുക്കളായല്ലോ. പക്ഷേ അവരുടെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അച്ഛാ. അവരെ ദ്രോഹിക്കുന്നവര് ഇപ്പോഴും ചിലരുണ്ട് ഇവിടെ. അവരെ എല്ലാം നിഗ്രഹിച്ച് നമ്മുടെ സുഹൃത്തുക്കളായ അവർക്ക് നല്ല സൗഖ്യം ഉണ്ടാക്കി തീർക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ചു കാലം കൂടി താമസിക്കും. ഞങ്ങളെ പിരിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വരാം. ഉടനെ നിങ്ങളെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കേട്ടപ്പോ കുറച്ച് സമാധാനായി നന്ദഗോപർക്ക്. ഏവം സാന്ത്വയ്യ ഭഗവാൻ നന്ദം സൗരജമച്യുത വാസോലങ്കാര കുപ്യാദേ അർഹയാമാസ സാദരം. സത്യത്തിൽ നിന്ന് ഏത് കാലത്തും തെറ്റാത്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ നന്ദഗോപരെയും വ്രജവാസികളായ മറ്റു ജനങ്ങളെയും ഉചിത വാക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെതാ ഉഗ്രസേന വസുദേവാദികളെ കൊണ്ട് വ്രജവാസികൾക്കും നന്ദഗോപർക്കും വിശേഷപ്പെട്ട പട്ടുവസ്ത്രങ്ങള്, സ്വർണ്ണാഭരണങ്ങള്, പശുക്കളെ കറക്കാൻ ഉപയോഗിക്കാവുന്ന വിശേഷപ്പെട്ട പാത്രങ്ങള്, ഇതൊക്കെ കൊടുപ്പിച്ചു. ഭഗവാൻ തന്നെ പറഞ്ഞു, അവിടെ എന്തൊക്കെയാണുള്ള, പശുവിനെ കറക്കാൻ നല്ല പാത്രമൊന്നുമില്ല എന്ന് ഭഗവാൻ അറിയാലോ. പിന്നെ അവര് വ്രജത്തിലുള്ളവരല്ലോ, അപ്പൊ അത്ര നല്ല വസ്ത്രങ്ങളൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം ദേവരോടും ഉഗ്രസേന മഹാരാജാവിനോടും പറഞ്ഞു ഒക്കെ ഭഗവാൻ അവർക്ക് കൊടുപ്പിച്ചു. അങ്ങനെ വളരെ ആദരത്തോടെ അവരെ ബഹുമാനിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. ഇത്യുക്തസ്തൗ പരിഷ്വജ്യ നന്ദ പ്രണയ വിഹ്വല ഭൂരയന്നശ്രുഭിർനേത്രേ സഹഗോപേർ വ്രജം യയു. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞത് കേട്ടു. ഒന്നും മിണ്ടിയില്ല നന്ദഗോപുരം. ആ സ്നേഹാധിക്യ നിമിത്തം അവിടുന്ന് പോവാൻ തോന്നണ്ടേ, പറ്റണ്ടേ. അങ്ങനെ പരവശനായ നന്ദഗോപരും ഗോപന്മാരും നേത്രങ്ങളിൽ കണ്ണീര് നിറച്ചുകൊണ്ട് ഗോകുലത്തിലേക്ക് പോയി. അവര് ആ വ്രജവാസികളാണെങ്കിൽ തേങ്ങി തേങ്ങി കരയുക.
നന്ദഗോപുരം ഇങ്ങനെ അടക്കി കണ്ണുനിന്ന് ഇങ്ങനെ അശ്രുക്കൾ ഇങ്ങനെ ഒഴുകണുണ്ട്, ഒന്നും മിണ്ടണില്ല. എത്ര ധനം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായാലും ഭഗവാൻ ഇനി കൂടെയില്ലല്ലോ. ആ ശ്രീകൃഷ്ണ സാന്നിധ്യം ഒന്നില്ലെങ്കിൽ എല്ലാം വ്യർത്ഥം. അവരുടെ മനസ്സിലതാ തോന്നുന്നു. ഒന്നുകൊണ്ടും സുഖപൂർത്തി ഉണ്ടാവില്ല എന്ന പരമാർത്ഥത്തെയും മക്കളെ പിരിയുമ്പോ അച്ഛനമാര് കരയാതിരിക്കില്ല. എത്ര സമാധാനിപ്പിച്ചാലും തൽക്കാലമുള്ള ദുഃഖം സഹിക്കാൻ അവർക്ക് സാധിക്കില്ല അല്ലെ. അങ്ങനെ നന്ദഗോപര് കണ്ണീര് കൊണ്ട് ഒന്നും മിണ്ടാൻ സാധിക്കാതെ അങ്ങനെ തല അനക്കി ഒന്നും മിണ്ടാതെ യാത്ര ചോദിച്ചുകൊണ്ട് പോയി. നന്ദഗോപരും വ്രജവാസികളും അവരും വളരെ വിഷമത്തിലാണ് ആ വ്രജവാസികൾ. ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള അത് അങ്ങോട്ട് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കണില്ല. എല്ലാവരും കരഞ്ഞു കരഞ്ഞുകൊണ്ട് ഗോകുലത്തിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഒരിക്കലും ഭഗവാൻ അങ്ങോട്ട് പോണേല്ലേ, വരാമെന്നൊക്കെ പറഞ്ഞു വെച്ചാലും. അത് എന്തൊരു കഷ്ടല്ലേ അവരുടെ കാര്യം. പിന്നെ ഇതാ വസുദേവര് രാമകൃഷ്ണന്മാരുടെ ഉപനയനം കഴിക്കണം. അവർക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകണം. അതൊക്കെയാണ് അടുത്ത്. അഥശൂരസുതോ രാജൻ പുത്രയോ സമകാരയ പുരോധസാ ബ്രാഹ്മണേശ്ച യഥാവത് ദ്വിജ സംസ്കൃതിം. ശുകബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, നന്ദാദി ഗോപന്മാര് വ്രജത്തിലേക്ക് പോയതിനു ശേഷം ബലരാമനും ശ്രീകൃഷ്ണനും അവരുടെ പ്രായം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വസുദേവര് കുലഗുരുവായ ഗർഗാചാര്യനെയും ബ്രാഹ്മണരെയൊക്കെ വരുത്തി പുത്രന്മാർക്ക് ഉപനയനം കഴിപ്പിച്ചു. ഏതൊരു കർമ്മത്താൽ ജന്മനാ ശൂദ്രനായവൻ ദ്വിജനായി ഭവിക്കുമോ അത്രയും മാഹാത്മ്യമേറിയിട്ടുള്ള കർമ്മമാണ് ഉപനയനം. ആചാര്യൻ ആ ശാസ്ത്രത്തില് വിധിച്ച പോലെ ബ്രാഹ്മണരെ കൊണ്ട് യാഗം ചെയ്യിക്കും. എന്നിട്ട് പിന്നെ യാഗാനന്തരം ഗായത്രി മന്ത്രം ഉപദേശിക്കും. അതാണ് ഈ കർമ്മത്തിന്റെ മുഖ്യമായിട്ടുള്ള അംഗം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഈ 3 ജാതിയിൽ ജനിച്ചവർക്കും ഉപനയനം ശാസ്ത്രോക്ത വിധി പ്രകാരം ചെയ്യണം. 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഇതിന് ഒരു അവധി അനുവദിച്ചിരിക്കുന്നത്. ഇപ്പൊ രാമകൃഷ്ണന്മാർക്ക് 12ാമത്തെ വയസ്സാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഉപനയനത്തിന്റെ പ്രായമാണ്. തേഭ്യോദാൽ ദക്ഷിണാഗാവോ രുക്മമാലാ സ്വലംകൃതാ സ്വലംകൃതേഭ്യ സംപൂജ്യ സവത്സാ ക്ഷൗമമാലിനി. അങ്ങനെ ഉപനയനമൊക്കെ കഴിഞ്ഞപ്പോ നല്ല പൂമാലകളൊക്കെ അണിയിച്ച് ചന്ദനം പൂശി അങ്ങനെയുള്ള നന്നായി അലങ്കരിച്ച പശുക്കള്, സ്വർണമാലകള്, ശുഭ്രവസ്ത്രങ്ങള് ഇതുകൊണ്ടൊക്കെ അലങ്കരിച്ച കൊമ്പും കുളമ്പും സ്വർണം കെട്ടിയും ഇരിക്കുന്ന അനേകം പശുക്കളെ ബ്രാഹ്മണർക്ക് അവയുടെ കുട്ടികളെയും കൂടി, പശുക്കളും ഉണ്ട് പിന്നെ പശുക്കുട്ടികളെയും കൂടിയിട്ടാണ് ദക്ഷിണയോട് കൂടിയിട്ട് ദാനം ചെയ്തു ഈ ബ്രാഹ്മണർക്ക്. അങ്ങനെയാണ് പശുക്കളെ അസലായിട്ട് അലങ്കരിക്കും. അവരുടെ കഴുത്തിലൊക്കെ നല്ല പൂമാലകള്, ദേഹത്തിലൊക്കെ സുഗന്ധ തൈലങ്ങൾ പൂശും, സ്വർണമാലയൊക്കെ അണിയിച്ച് നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ പുറത്ത് വിരിക്കും, കൊമ്പും കുളമ്പും ഒക്കെ സ്വർണം കെട്ടിച്ചിട്ട് അങ്ങനെയുള്ള അനേകം പശുക്കളെ ദാനം ചെയ്തു. യാ കൃഷ്ണരാമജന്മക്ഷേമനോദത്താ മഹാമതി താശ്ചാദദാദനുസ്മൃത്യ കംസേനാധർമ്മദോ ഹൃദ. ബലരാമനും കൃഷ്ണനും ജനിച്ചപ്പോ സന്തോഷാധിക്യം കൊണ്ട് ദാനം ചെയ്യാനായിട്ട് കുറെ പശുക്കളെ മനസ്സുകൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു വസുദേവരെ. അപ്പൊ അതിനെയൊക്കെ കംസൻ ബലാത്കാരേണ അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, അത് കഴിഞ്ഞപ്പോ കാരാഗ്രഹത്തില് അടക്കുകയും ചെയ്തു അല്ലെ. കാരാഗ്രഹത്തിലല്ലേ അടച്ചിരിക്കുന്നത് ഇവരെ. ദാനം ചെയ്യാൻ സാധിച്ചില്ല വസുദേവർക്ക്. ഇപ്പൊ അതാ തന്റെ പുത്രന്മാര് കംസനെ വധിച്ചു. ആ പശുക്കളെ തന്നെ ഇങ്ങോട്ട് വരുത്തി വസുദേവര് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അത് ആദ്യം തന്നെ മനസ്സുകൊണ്ട് ദാനം ചെയ്തതാണല്ലോ. ആ പശുക്കള് തന്നെ വേണം. അത് വേറെ ഏതെങ്കിലും പശുക്കളെ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഏതു വിധമുള്ള പശുക്കളെ സങ്കല്പിച്ചുവോ ആ പശുക്കളെ തന്നെ ദാനം ചെയ്തു വസുദേവര്. തതശ്ചലബ്ധ സംസ്കാരൗ ദ്വിജത്വം പ്രാപ്യ സുവ്രതൗ ഗർഗാത് യദുകുലാചാര്യാൽ ഗായത്രം വ്രതമാസ്ഥിതൗ. അങ്ങനെ രാമകൃഷ്ണന്മാരുടെ ഉപനയനമൊക്കെ കഴിഞ്ഞു. ദ്വിജന്മാർ എന്ന ആ ഒരു അവസ്ഥയിൽ വന്നു രണ്ടുപേരും. പിന്നെ അതിന് കുറെ വ്രതമൊക്കെ ഉണ്ട്. വേണ്ട പോലെ വ്രതത്തോടെയൊക്കെ ഇരുന്നു. യദുകുലാചാര്യനായ ഗർഗ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ഗായത്രി വ്രതം ആചരിച്ചു. ഗായത്രം, പ്രാജാപത്യം, ബ്രാഹ്മം ഇങ്ങനെ 3 വിധം വ്രതം ഉപനയനം കഴിഞ്ഞാൽ അനുഷ്ഠിക്കണം. 3 ദിവസം ഗായത്രി ജപം,
പിന്നെ വേദം പഠിക്കാൻ ആരംഭിക്കുന്നത് വരെ പ്രാജാപത്യം എന്ന വ്രതം, വേദം പഠിച്ചു കഴിയുന്നത് വരെയുള്ള വ്രതത്തിന് ബ്രാഹ്മം എന്ന് പേര്. അങ്ങനെ അതൊക്കെ വേണ്ട പോലെ രാമകൃഷ്ണന്മാര് അനുഷ്ഠിച്ചു. അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും പറഞ്ഞില്ലേ, ലോകത്തില് ഇതെല്ലാം കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയാണ് വേണ്ടത് അല്ലെ. 64 ദിവസം കൊണ്ടാണ് സാന്ദീപനിയുടെ മഹർഷിയുടെ ആശ്രമത്തിൽ ഭഗവാൻ അത് എന്ന് പറയുന്നുണ്ട്. പിന്നെ പഠിപ്പ് കഴിഞ്ഞു പോകുന്നത്, ഭഗവാൻ അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, പക്ഷേ ലോകത്തിലുള്ളവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എല്ലാവരും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.